കെ.എം. ഷാജി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാൻ കരിനീക്കവുമായി CPM. അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിൽ വരുത്തണമെന്ന ആവശ്യവുമായി CPM ജില്ലാ കമ്മിറ്റി അംഗമായ MV നികേഷ് കുമാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കാലാവധി കഴിഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് കേസിന് പ്രസക്തിയില്ലെങ്കിലും അയോഗ്യത നടപ്പായാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഷാജിക്ക് മത്സരിക്കാനാവില്ല. 2016 അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിയമപോരാട്ടം 10 വർഷത്തിന് ഇപ്പുറവും തുടരുകയാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MV നികേഷ് കുമാർ. സുപ്രീം കോടതിയിലാണ് നികേഷ് കുമാറിന്റെ പോരാട്ടം. കെ.എം. ഷാജിക്കെതിരെ കേരള ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് നികേഷ് കുമാറിന്റെ ആവശ്യം. നിയമസഭയുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ അപ്രസക്തമാണെങ്കിലും അയോഗ്യതാ വിഷയം നിലനിൽക്കുമെന്നാണ് നികേഷ് കുമാറിന്റെ വാദം. ഇതിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. മതസ്പർദ്ധ വളർത്തുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തു എന്നായിരുന്നു നികേഷ് കുമാറിന്റെ ആക്ഷേപം. ലഘുലേഖയുടെ കോപ്പിയടക്കം തെളിവായി ഹാജരാക്കുകയും ചെയ്തിരുന്നു. 2018 ഹൈക്കോടതി കെ.എം. ഷാജിയെ അയോഗ്യനാക്കുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തു. MLA ആയി തുടരാമെങ്കിലും വോട്ടെടുപ്പിൽ പങ്കെടുക്കാനോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനോ അനുവാദമുണ്ടായിരുന്നില്ല. ഈ ഹർജിക്ക് ഇപ്പോൾ പ്രസക്തി ഇല്ലെന്നായിരുന്നു കെ.എം. ഷാജിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചത്. എന്നാൽ അയോഗ്യത സംബന്ധിച്ച വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് നികേഷ് കുമാറിനു വേണ്ടി ഹാജരായ അഭിഭാഷകനും വാദിച്ചു. തുടർന്നാണ് വിശദമായ വാദത്തിലേക്ക് കടക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. ഈ ഹർജിയിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് കെ.എം. ഷാജിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും. അയോഗ്യത നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയാൽ കെ.എം. ഷാജിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.